അതെ, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ കുടുംബക്കാരുടെ ഇടയിലോ അതല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഇഫ്താർ പാർട്ടി ആക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അല്ല ഇനി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കട്ടാ. നിങ്ങൾക്ക് അവരെ മുന്നിൽ സ്റ്റാറാവാൻ പറ്റിയൊരു ഐറ്റം, നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പിന്നെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ മുട്ടയും സപ്പോട്ടയും പാൽപ്പൊടിയും പഞ്ചസാരയും വാനില എസൻസും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് ഇതാ ഒരു ലെയറം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10-30 സെക്കൻഡ് ഒന്ന് അടിച്ചു വെക്കും. എന്നിട്ടുണ്ടല്ലോ തുറന്നിട്ട് പിന്നെ സാധാരണ നമ്മൾ ബ്രെഡില്ല അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ. ഫുള്ള് സപ്പോർട്ടിൻ്റെ മിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ. അത് നിങ്ങളുടെ പിന്നെ എന്താ പറയുക മിടുക്കാണ് ആ ഇത് കറക്റ്റൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കൽ. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ ക്യാരറ്റോൺസൊക്കെ അല്ലേ, ക്യാരറ്റ് വാട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുട്ടയും പാൽപ്പൊടിയും പഞ്ചസാരയും വാനില എസൻസും കൂടെ ചേർത്തിട്ട് പിന്നെ മിക്സാക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലെല്ലായിടത്തും ഒരുപോലെ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കും. എന്നെങ്കിൽ നമുക്ക് ഒരുപോലെ കിട്ടും കേട്ടോ. ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നടുക്ക് മാത്രമാണ് തിന്നു പോകും. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒരുപോലെ ആക്കിയിട്ട് അപ്പോൾ ഫുൾ വീഡിയോൻ്റെ പിന്നെ താഴെ കൊടുക്കുന്നുണ്ട്, കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് സ്റ്റാർ ആവേണ്ടതല്ലേ. അപ്പം വേഗം പോയിട്ട് വീഡിയോ കണ്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് മൊഞ്ച് കൂട്ടാനൊക്കെ പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ കയറിയിട്ടുണ്ട്. അതല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ ഇതാ പിന്നെ ഒരു 30-35 മിനിറ്റ് ചെറിയ തീയിലിടണം, എന്നാലേ ഇത് വേവും. പിന്നെ വലിയ തീ അങ്ങ് കൂട്ടിക്കൊടുത്താൽ അടി കരിഞ്ഞു പോകും. അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എന്താ മിറാക്കൾ നോക്കണേ. അപ്പോൾ പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് പൊട്ടിപ്പോവും. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇത് 3 ലെയർ. എൻ്റെ വീഡിയോ എന്തോ ഒരു ചെറിയ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. 3 കളർ കാണും. പിന്നെ എന്താ പറയുക, ഒരു ബ്ലാക്ക് കളറ്, ഒരു യെല്ലോ ഷെയ്ഡ്, പിന്നെ ഒരു ഓറഞ്ച്, അങ്ങനെയാണ് ഉണ്ടാവട്ടെ. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ വെച്ച് നമുക്കൊരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് ഒന്നും മനസ്സിലാവില്ല ഇത് സപ്പോർട്ട് ചെയ്യാമെന്നൊന്നും. നമ്മളിത് ചിന്തിക്കും 3-4 പ്രാവശ്യം 10 വട്ടം ചിന്തിക്കും ഇത് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ആവണമെങ്കിൽ വേഗം ഉണ്ടാക്കിക്കോ. ഭയങ്കര ടേസ്റ്റായിട്ട് മധുരപ്രിയരാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ എന്തായാലും ഒരു മധുരക്കടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടായിക്കോളും. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരാം. താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കല്ലേ. ബൈ.